ഹലോ മക്കളെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നുള്ളതും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളതും അതിലെ മെയിൻ ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ അറിയപ്പെടുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് പിറ്റ്യൂട്ടറിനെ നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞത്? എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്സിനകത്ത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കുറിച്ചാണ്. ഓക്കെ, ഡിഫറെന്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതാന്നുള്ളതും നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ നെക്ക് റീജിയനിലായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നെക്ക് റീജിയനിലായിട്ട് കാണപ്പെടുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. റൈറ്റ് തൈറോയിഡ് ഗ്ലാൻഡും അതുപോലെ തന്നെ ലെഫ്റ്റ് തൈറോയിഡ് ഗ്ലാൻഡും ഉണ്ട്. എന്താണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? കുറച്ച് കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദാറ്റ് കെമിക്കൽസ് ആർ കോൾഡ് ആസ് ദ ഹോർമോൺ എന്ന് നമുക്കറിയാം. അപ്പൊ തൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടാവും. ആ ഹോർമോണിനെ പറയുന്ന പേരാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? തൈറോക്സിൻ. തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ പറയുന്ന പേരാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയിഡ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. അല്ലെങ്കിൽ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി ഈ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ എങ്ങനെയാണ് നമ്മുടെ ബോഡിക്കകത്ത് ചേഞ്ചുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് കൺട്രോൾസ് അവർ ബോഡി, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇഫക്ട് ഓഫ് ദിസ് തൈറോക്സിൻ ഇൻ അവർ ബോഡി എന്ന് നമുക്ക് നോക്കണം. അതായത് തൈറോക്സിൻ എന്ന് പറയുന്നത് ഫൗണ്ട് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ നെക്ക്, നമ്മുടെ നെക്കിന്റെ പോർഷനിൽ മുന്നിലായിട്ട് കാണപ്പെടുന്നതാണ്. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് വിൻഡ് പൈപ്പിന്റെ ഇടയിൽ കാണുന്ന, അല്ലെങ്കിൽ ട്രക്യ എന്നൊക്കെ പറയുന്ന അതിന്റെ ഇടയിൽ കാണുന്നതാണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ബ്രൗണിഷ് അല്ലെങ്കിൽ റെഡ് കളർ ആയിട്ട് കാണപ്പെടുന്നു. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്, സെക്രീഷൻസ് ഉണ്ട്. ആ സെക്രീഷനെ നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നു. ആ ഹോർമോൺ ആണ് തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദ തൈറോയിഡ് ഹോർമോൺ കൺട്രോൾസ്. എന്താണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് തൈറോയിഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പല മെറ്റബോളിസംസ്, അനബോളിസം, കാറ്റബോളിസം എന്നൊക്കെ പറയുന്ന നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റബോളിസം, നമ്മുടെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ സ്വെറ്റിങ് അല്ലെങ്കിൽ വേറെ പല ബോഡിയിൽ വരുന്ന ചേഞ്ചുകൾ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? അയോഡിന്റെ പ്രസൻസ് വേണം. അയോഡിൻ ഉണ്ടെങ്കിലാണ് അവര് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുക. അയോഡിന്റെ അളവ് കുറയുന്ന സമയത്ത് അവിടെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവും കുറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ബൾജിങ് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ. ലാക്ക് ഓഫ് തൈറോക്സിൻ അല്ലെങ്കിൽ ഹോർമോൺ ആയിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, എപ്പോ അയഡിന്റെ പ്രസൻസ് കുറയുന്ന സമയത്ത്, തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഒരു ബൾജിങ്ങിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് ഇതൊക്കെയാണ്. തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഞാൻ മാറി പോകുന്നുണ്ട് അല്ലെ, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെയാണ് നമ്മൾ തൈറോക്സിൻ എന്ന് പറയുന്നത്. തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ അവസ്ഥയിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഗോയിറ്റർ ഉണ്ടാവുന്നത്
അല്ലെങ്കിൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നത് അയഡിന്റെ ആബ്സെൻസിലാണ്. അയഡിൻ സഫീഷ്യന്റ് ആയിട്ട് കിട്ടാതിരിക്കുമ്പോഴാണ് അവിടെ സ്വെല്ലിംഗ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗോയിറ്റർ ഉണ്ടാവുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ തൈറോയിഡ് എന്ന് പറയുന്ന ഫ്രണ്ട് പോർഷനിൽ കാണുന്ന, നെക്കിന്റെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന തൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കിൽ തന്നെ ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കാണുന്നു, അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് എന്ന് പറയുന്നത്. പാരാതൈറോയിഡ് അവര് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്കിലായിട്ട് കാണപ്പെടുന്നതാണ് പാരാതൈറോയിഡ് എന്ന് പറയുന്നത്. പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ആർ ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്കിലായിട്ടാണ് കാണപ്പെടുന്നത്. അവര് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് പാരാതോർമോൺ എന്ന് പറയുന്നത്. പാരാതോർമോൺസിന്റെ സ്പെഷ്യൽ ഫങ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യം ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുക, ബോഡിക്കകത്തുള്ള കാൽഷ്യം ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പാരാതോർമോണിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തായിരുന്നു? മെറ്റബോളിസം, ബോഡി മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും. പാരാതൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ്. ഇവര് കൂടുതലായിട്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ലെവല് കൂടുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ബോൺസ് ഒക്കെ ബ്രിട്ടിൽ ആവാനുള്ള സാധ്യത അവിടെ കൂടുന്നുണ്ട്. ക്ലിയർ ആണോ? പാരാതോർമോൺ എന്ന് പറയുന്ന കാൽഷ്യം ലെവൽ അപ്പൊ അവിടെ എന്ത് കൂടും? കൂടുതലാവുക ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ആവുമ്പോൾ അവിടെ കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ ബ്രിട്ടിൽസ്, ബോണിന്റെ ബ്രിട്ടിൽസും കാര്യങ്ങൾക്കും അവിടെ കൂടുതലുണ്ട്. ഓക്കെ, സോ ഇഫ് ദേ പ്രൊഡ്യൂസ് എക്സസ് ഓഫ് ദ ഹോർമോൺസ് ഇറ്റ് ക്യാൻ ലീഡ് ടു സെവറൽ എഫക്ട്സ് സച്ച് ആസ് ദ കിഡ്നി സ്റ്റോൺസ് ആൻഡ് ദ ബ്രിട്ടിൽസ് ബോൺസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് ഫ്രണ്ട് പോർഷനിലും അതിന്റെ ബാക്കിലായിട്ട് കാണപ്പെടുന്നത് പാരാതൈറോയിഡും. പാരാതൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരാതോർമോണും, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോക്സിനും. അയഡിൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് തൈറോക്സിന്റെ ലെവല് കുറയുന്നു. അങ്ങനെ ഉണ്ടാവുന്ന അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ എക്സസ്, ഇഫ് ദേ പ്രൊഡ്യൂസ് എക്സസ് ഓഫ് ഹോർമോൺസ് അവിടെ ഉണ്ടാവുന്നത് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ബ്രിട്ടിൽ ബോൺസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ട് ഹോർമോൺസ് നമ്മൾ പഠിച്ചു, രണ്ട് ഗ്ലാൻഡ് നമ്മൾ പഠിച്ചു, തൈറോയിഡും പാരാതൈറോയിഡും. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ദ പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് കാണുന്നുണ്ട്. എന്താണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്? സ്റ്റൊമക്കിന്റെ കുറച്ചടുത്തായിട്ട് കാണുന്നതാണ്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ അടുത്തായിട്ട് കാണുന്നതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാറ്റിക് ഡക്റ്റ് ഉണ്ട്. എന്താണ് ആ ഗ്ലാൻഡിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പാൻക്രിയാസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ഗ്ലാൻഡ് ആണ്, ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റൊമക്, സ്റ്റൊമക്കിന്റെ ബാക്കിലായിട്ട് കാണപ്പെടുന്നത്. ദിസ് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ്. അവർ കുറച്ച് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഗ്ലൂക്കഗൺ ആൻഡ് ദ ഇൻസുലിൻ. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടു കൺട്രോൾ ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. ബ്ലഡില് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻസുലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗ്ലൂക്കോഗൺ പ്രിവെന്റ്സ് ദ ഇൻസുലിൻ ലെവൽസ് ഫ്രം ഗെറ്റിംഗ് ടു ലോ ഇൻ ദ ബോഡി. ഇൻസുലിന്റെ അളവ് കുറയുന്ന സമയത്ത് ഇല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ഗ്ലൂക്കോഗൺ ചെയ്യുന്നത്. ഇൻസുലിന്റെ അളവ് കുറയുമ്പോൾ അതിനെ കൂട്ടുക, അല്ലെങ്കിൽ ഇൻസുലിൻ ഇതിന്റെ പ്രൊഡക്ഷൻ, ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇൻസുലിന്റെ അളവ് കുറയുന്ന സമയത്ത് ഗ്ലൂക്കോഗൺ അവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദ ഇൻസുലിൻ ആക്ടിവേറ്റ്സ് വെൻ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആർ ഹൈ. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന സമയത്ത് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂടും. ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കുന്നത് അല്ലെ. അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന സമയത്ത് ഇൻസുലിൻ ആക്ട് ചെയ്യും, ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയുന്ന സമയത്ത് ആക്ട് ചെയ്യും, ഗ്ലൂക്കോഗൺ ആക്ട് ചെയ്യും. ഓക്കെ, ലാക്ക് ഓഫ് ഇൻസുലിൻ ഇൻ ദ ബോഡി. അങ്ങനെ ഇൻസുലിന്റെ അളവ് വളരെ കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുന്നത്.
നമുക്കറിയാം അല്ലെ. ഇൻസുലിനില് നമ്മുടെ ബോഡിയിൽ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കൂടുന്ന സമയത്ത് അവിടെ ഇൻസുലിൻ എന്ന് പറയുന്ന പാൻക്രിയാസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻസുലിൻ എന്ത് ചെയ്യും? അവിടുത്തെ ഗ്ലൂക്കോസിനെയൊക്കെ ഇല്ലാതാക്കും. ഓക്കെ, അപ്പൊ ഇൻസുലിന്റെ അളവ് അവിടെ കുറയുന്ന സമയത്ത് ആരവിടെ ആക്ട് ചെയ്യും? ഗ്ലൂക്കോഗൺ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദീസ് ഓൾ ആർ പ്രൊഡ്യൂസിങ് ഇൻ ദ പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിനെയും ഗ്ലൂക്കഗണിനെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഗ്ലൂക്കോസിന്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നതും. ക്ലിയർ ആണോ? അപ്പൊ ഇൻസുലിനും ഗ്ലൂക്കോഗണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ്. ഓക്കെ, പാൻക്രിയാസ്. അതാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്ലാൻഡ് നമുക്ക് അറിയാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കിഡ്നിയുടെ മുകളിലായിട്ട് ഒരു ക്യാപ്പ് പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, 2 കിഡ്നിയുടെയും മുകളിലായിട്ട് കാണുന്ന സ്ട്രക്ചർ ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ് അഡ്രീനൽ ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ലൊക്കേറ്റഡ് അബവ് ദ കിഡ്നീസ്. ഓൾമോസ്റ്റ് വാൾനട്ടിന്റെ ഷേപ്പ് ആയിരിക്കും ഈ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡിനുള്ളത്. അവര് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ 150 ഹോർമോൺസിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഓരോ ഹോർമോൺസിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അഡ്രീനാലിൻ മെയിൻ ആയിട്ട് അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെയാണ് നമ്മൾ അഡ്രീനൽ ഹോർമോൺ എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ നമ്മൾ അഡ്രീനാലിൻ എന്ന് പറയുന്നു. അഡ്രീനാലിൻ എന്ന് പറയുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് അഡ്രീനാലിൻ എന്ന് പറയുന്നത്. It is otherwise called as a stress hormone or the emergency hormone. സ്ട്രെസ് ഹോർമോൺസ് അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺസ് എന്ന് അഡ്രീനാലിനെ പറയുന്നുണ്ട്. കാരണം സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്താണ് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് ഈ പറയുന്ന അഡ്രീനൽ ഗ്ലാൻഡ് അഡ്രീനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കാരണം അവിടെ ബ്ലഡിന്റെ ഷുഗറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, ഡൈലേറ്റ്സ് ദ പ്യൂപ്പിൾസ്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ബ്ലഡ് സപ്ലൈ അവിടെ മസിൽസിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഓൾസോ മേലൻസ് ദ സോൾട്ട് ഇൻ ദ ബ്ലഡിനകത്ത് സോൾട്ടിന്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം ആരാണ്? അഡ്രീനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ആണ്. ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് മാക്സിമം ഈ പറയുന്ന അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഡിഫറെന്റ് എഫക്ട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിക്കകത്ത് കാണുന്നത്. ഹാർട്ട് ബീറ്റ് കൂടുന്നു, ബ്ലഡ് സപ്ലൈ മസിൽസിൽ കൂടുന്നു, സോൾട്ടിന്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ആവുന്നു, ഡൈലേറ്റ്സ് ദ പീപ്പിൾസ്, നമ്മുടെ കണ്ണിൽ വികസിക്കുന്നു. ഇങ്ങനെയുള്ള പല ചേഞ്ചുകള് ഈ അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ബോഡിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്ട്രെസ് കണ്ടീഷനിലായിരിക്കും അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻസിലായിരിക്കും. ഓക്കെ, അഡ്രീനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ് കാണുന്നത് കിഡ്നിയുടെ എബോവ് ആയിട്ടാണ്. ഓക്കെ, വാൾനട്ട് ഷേപ്പിൽ കിഡ്നിയുടെ മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അവരുടെ സെക്രീഷനെയാണ് നമ്മൾ അഡ്രീനാലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അഡ്രീനൽ ഗ്ലാൻഡ് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈസ് കോൾഡ് ആസ് ദ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ തേർഡ് ഐ എന്ന് നമ്മൾ പീനിയൽ ഗ്ലാൻഡിനെ പറയുന്നുണ്ട്. തേർഡ് ഐ എന്ന് പറയുന്നുണ്ട്.
ബിറ്റ്വീൻ ദ two halves of the ബ്രെയിനിന്റെ രണ്ട് ഹാഫിന്റെ ഇടയിലായിട്ടാണ് നമുക്ക് പീനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ പറയുന്ന പേരാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മെലാറ്റോണിൻ ഇമ്പോർട്ടന്റ് ആണ്. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഗ്ലാൻഡ് ഈസ് കോൾഡ് ആസ് ദി or it is the responsible for the sleep wake cycle of the body, or it is called as the circadian rhythm എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു 6 മണിക്ക് എഴുന്നേക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളൊരു കുട്ടിയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട് എന്നും നമുക്ക് ആ ഒരു 6 മണിയാവുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഉണർച്ച ഉണ്ടാവുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായാലും അവിടെ നിന്ന് എഴുന്നേക്കും, നമുക്കൊരു അലാറം വെച്ച പോലെയാണ് നമുക്ക്, അല്ലെ? അലാറം വെച്ചില്ലെങ്കിലും നമ്മുടെ ബോഡിക്കകത്ത് ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. കാരണം is due to this മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പീനിയൽ ഗ്ലാൻഡ് അവിടെ ഈ പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദിസ് ഈസ് ദ റെസ്പോൺസിബിൾ ഫോർ ദ സർക്കാഡിയൻ റിതം, അല്ലെങ്കിൽ ആ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ആ ഒരു സർക്കാഡിയൻ റിതം നമ്മുടെ ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്നുണ്ടാവും. രാത്രി ആവുമ്പോൾ ഉറങ്ങാനും രാവിലെ ആവുമ്പോൾ എഴുന്നേക്കാനും ഉള്ള ആ ഒരു ടെൻഡൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ഈസ് ഡ്യൂ ടു ദിസ് hormone, and this is produced by the pineal gland. pineal gland ഉള്ളത് ബ്രെയിനകത്താണ്, ബ്രെയിനിലാണ്, രണ്ട് ഹാഫിന്റെയും ഇടയിലായിട്ട് കാണുന്നതാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ആ ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ മെലാറ്റോണിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാഡിയൻ റിതത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഹോർമോൺ ഏതാ? മെലാറ്റോണിൻ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് കാണുന്നത് എവിടെയാണ്? ബ്രെയിനിലാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ, സോ പീനിയൽ ഗ്ലാൻഡിനെ നമുക്ക് എന്നും കൂടെ പറയുന്നുണ്ട്, തേർഡ് ഐ എന്നും കൂടെ പറയുന്നുണ്ട്. കാണുന്നത് ബ്രെയിനിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. ഇവിടെ ആയിട്ട് കാണുന്നതാണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ബാക്കി ഏതൊക്കെയാണ് കാണുന്നത്? ബ്രെയിനിൽ കാണുന്ന ബാക്കി ഏതൊക്കെയായിരുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്, ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്, ഇതൊക്കെ ബ്രെയിനിലാണ് നമുക്ക് കാണപ്പെടുന്നത്. ഓക്കെ, ഇൻ കംപ്ലീറ്റിംഗ് ദ ലൈഫ് ഓഫ് ദ, അതുപോലെ തന്നെ ഈ പറയുന്ന ഹോർമോൺസ് ഒക്കെ ഡിഫറെന്റ് ഓർഗാനിസത്തിൽ ഡിഫറെന്റ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ചിലവരില് the role of hormones in completing the life history of insects and the frogs. ഇൻസെക്ട്സിലും ഫ്രോഗുകളിലൊക്കെ അവരുടെ ലൈഫ് സൈക്കിളിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഹോർമോൺസ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെന്റ് ഹോർമോൺസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും എന്തൊക്കെ ചേഞ്ചുകളാണ് നമ്മുടെ ബോഡിയിൽ വരുത്തുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു, അല്ലെ? അതുപോലെ തന്നെ ഡിഫറെന്റ് ഓർഗാനിസത്തില് ഡിഫറെന്റ് വേസിലാണ് ഈ പറയുന്ന ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവരുടെ ആ ലൈഫ് സൈക്കിളിനെ കംപ്ലീറ്റ് ചെയ്യാനും ഈ ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് നോക്കാം. ഫ്രോഗിന്റെ കേസിൽ തൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്നത് അവരുടെ മെറ്റാമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ, അവരുടെ ആ ലൈഫ് സ്റ്റേജസിന്റെ മെറ്റാമോർഫോസിസ് നടക്കില്ലേ, ആ മെറ്റാമോർഫോസിസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാന്നാ പറയുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിൻ. ക്ലിയർ ആണോ? അതുപോലെ തന്നെ the thyroxine only produces with the help of iodine that is present in the water. ഈ തൈറോക്സിൻ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എപ്പോഴാണോ അവിടുത്തെ വാട്ടറിൽ അയഡിൻ ഉണ്ടാവുന്നത് അപ്പോഴാണ് അവർ ഈ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈറോക്സിൻ ഉണ്ടെങ്കിലേ അവരുടെ മെറ്റാമോർഫോസിസ് നടക്കുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ അവിടെ ലാക്ക് ഓഫ് അയഡിൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? The tadpoles
എന്ത് ചെയ്യില്ല, വുഡ് നോട്ട് നെവർ ടേൺ ഇൻ ടു അഡൽട്ട് ഫ്രോഗ്. ഒരു അഡൽട്ട് ആയിട്ട് മാറണമെങ്കിൽ അവിടെ എന്ത് വേണം? തൈറോക്സിൻ വേണം. തൈറോക്സിൻ വേണമെങ്കിൽ അവിടെ എന്ത് വേണം? അയഡിൻ വേണം. അയഡിൻ ഇല്ലെങ്കിൽ തൈറോക്സിൻ ഉണ്ടാവില്ല. തൈറോക്സിൻ ഇല്ലെങ്കിൽ ടാഡ്പോളുകളൊന്നും തന്നെ ഫ്രോഗ് ആയിട്ട് മാറുന്നില്ല. ക്ലിയർ ആണോ? സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചാണ്. നമ്മളിപ്പോ ഓരോ ഹോർമോൺസും എങ്ങനെയൊക്കെയാണ്, ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഏതൊക്കെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഹോർമോൺസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് ഈ ഹോർമോൺസ് കാരണം നമ്മുടെ ബോഡിയിലെ സെക്ഷുവൽ മെച്യൂരിറ്റി ഉണ്ടാവുന്നത്, നമ്മുടെ ഗ്രോത്തിനെ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഈ അഡോളസൻസ് എന്ന് പറയുന്ന ഏജില് ഈ പറയുന്ന ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ അഡോളസൻസിന്റെ സമയത്താണ് പറയുന്ന ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്ഷുവൽ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ അഡോളസൻസ് പീരീഡിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. ആ ചേഞ്ചസിനെ നമ്മൾ മനസ്സിലാക്കി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സസൈസുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാരാമീറ്റേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ കഴിക്കുന്ന ഫുഡ് അതിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് അതൊക്കെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ ഹൈജീൻ, നമ്മൾ എടുക്കുന്ന ഹൈജീൻസ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെന്തൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതുപോലെ തന്നെ അവിടെ വരുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്, എക്സസൈസ്, അതുപോലെ തന്നെ മെന്റലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹൈജീൻസിന്റെ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് അതിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്, ഈ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് എങ്ങനെയാണ് ഈ ഓരോ ടാർഗറ്റ് സെല്ലും ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ കൂടുതലും നമ്മൾ പറയുന്നത് എന്താണ്, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് അഡോളസന്റ് സ്റ്റേജിൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രീഷണൽ ഹെൽത്ത് ഓഫ് അഡോളസൻസ്, നമ്മൾ പറഞ്ഞു നമ്മുടെ അഡോളസൻസ് ഏജിനകത്ത് നമുക്ക് ഒരുപാട് ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്തുകളും അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സും ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് അഡോളസൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും ന്യൂട്രിയൻസും നമ്മുടെ ബോഡിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അഡോളസൻസ് ഏജിനകത്ത് എന്ത് അത്യാവശ്യമാണ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് അത്യാവശ്യമാണ്. നമ്മുടെ ബോഡിക്കകത്ത് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ്, എനർജിക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, അതുപോലെ തന്നെ എസെൻഷ്യൽ മിനറൽസ്, ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് കിട്ടണം. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നതും. സോ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ആ സമയത്ത് ഫോളോ ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്കറിയാം, അവിടെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, ഡെവലപ്മെന്റ് റാപ്പിഡ് റേറ്റിലാണ് നമ്മുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം, ന്യൂട്രീഷൻ ആയിരിക്കണം നമുക്ക് അഡോളസൻസ് ഏജിൽ നമുക്ക് കിട്ടേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹെൽത്തി ന്യൂട്രീഷണൽ ഡയറ്റ്സ് വേണം ഫോർ ദ ഗ്രോത്ത്, റൈറ്റ് ഗ്രോത്ത് നടക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, ചിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള നോ ന്യൂട്രീഷണൽ വാല്യൂ ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഈ ഒരു പീരീഡിനകത്ത് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, കൂടുതലായിട്ടും കഴിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പൾസസ്, നട്ട്സ്, അതിനകത്തൊക്കെ കൂടുതലും പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അതുവഴി നമുക്ക് ഗ്രോത്തും അതുപോലെ തന്നെ ഏതെങ്കിലും ബോഡി സെൽസ്
റിപ്പയർ ചെയ്യണമെങ്കിൽ അതിലും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള പൾസസും നട്ട്സും നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ സി നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള, ഇല്ലെങ്കിൽ ബോഡിയുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വൈറ്റമിൻ സി ഓറഞ്ചസിലും ആംലയിലൊക്കെ നമുക്ക് കാണപ്പെടുന്നുണ്ട്. അതും നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഡിസീസ് ഇല്ലാതാക്കാനായിട്ട്, ബോഡീനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനുമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ന്യൂട്രീഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി നമ്മൾ അവിടെ ഹൈജീൻ, നമ്മൾ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അവിടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സെബേഷ്യസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഒക്കെ കൂടുതലായിട്ടും ഫങ്ഷണൽ ആവുന്നത് ഈ ഒരു പീരീഡിൽ ആയതുകൊണ്ട് തന്നെ സ്വെറ്റും ഓയിൽ സെക്രീഷൻസും കൂടുതലായിട്ടും, അതുപോലെ തന്നെ ബാഡ് ഓർഡർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറയുന്നതും ഈ അഡോളസൻസ് ആണ്. സോ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് അത്രമേൽ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ സ്വെറ്റ് ഗ്ലാൻഡ്, ഓയിൽസ് ഇതിനെയൊക്കെ കുറയ്ക്കാനായിട്ടും ബാഡ് ഓർഡർ ഒക്കെ ഇല്ലാതാക്കാനായിട്ടും നമ്മൾ ഡെയിലി ബാത്തും അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീനും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ഇൻ ദ ബോഡി, അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും ഇതിനൊക്കെ നമ്മൾ മെയിൻറ്റെയിനിങ് ക്ലീൻലിനെസ്. ഫീമെയിൽ ഷുഡ് നോട്ട്, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജും അറ്റൈൻ ചെയ്യുന്നത് ഈ പറയുന്ന അഡോളസൻസ് എന്ന് പറയുന്ന പീരീഡിലാണ്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ദ ഫീമെയിൽസ്. പേഴ്സണൽ ഹൈജീൻ പോലെ തന്നെ മെൻസ്ട്രൽ ഹൈജീനും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ അതിന്റെ കൂടെ തന്നെ നമ്മൾ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഫിറ്റ് ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യണം. റിലീവിങ് സ്ട്രെസ്, നമ്മുടെ സ്ട്രെസ്സുകൾ റിലീവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ മെന്റൽ വെൽബീയിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ്, അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ദ സ്പോർട്സ് അല്ലെ, അതിലൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഏജ് ആണ് നമ്മുടെ ഈ പറയുന്ന അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത്. പല തെറ്റുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതും ഈ ഒരു പെർട്ടിക്കുലർ ഏജിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ടും യൂസിലുള്ളതാണ് നമ്മുടെ ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്. ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് അവിടുത്തെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അത് മോശമാണ് അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു പീരീഡിലാണ്. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരാളാവാനായിട്ട് ഈ പറയുന്നതൊക്കെ നമുക്ക് വേണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഏജും ഈ അഡോളസൻസ് ആണ്. പക്ഷെ തെറ്റേതാണ് ശരി ഏതാണ് എന്ന് കണ്ടെത്താനായിട്ടും അത് ഫോളോ ചെയ്യാനായിട്ടും നമുക്ക് പറ്റണം. സോ സേ നോ ടു ഡ്രഗ്സ്. ഡ്രഗ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം, നോ എന്ന് പറയണം. ഓക്കെ, നമ്മുടെ ബോഡി മൈൻഡ് ഫിറ്റ് ആയിട്ട് ഇരിക്കാനും നമ്മുടെ ബാക്കി ഇന്റലിജൻസ് പവർ ഇമോഷണലി എല്ലാം നമ്മൾ ഫങ്ഷണൽ ആവാനായിട്ട് ഡ്രഗ്സിന്റെ യൂസ് മാക്സിമം നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗേൾസിന്റെ കേസിലൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാവുന്നതും എല്ലാം ഈ ഒരു പീരീഡിലാണ്. അപ്പൊ ആ ഒരു പീരീഡിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഇതിനോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റണം. ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആണ്, നോർമൽ ആണ് എന്നുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണം. ഓക്കെ, The adolescents are fooled by others. Taking drugs would bring the relief to them. എല്ലാവരും വിചാരിക്കുന്നത് ഈ പറയുന്ന പല ഇങ്ങനത്തെ കേസുകളിലൊക്കെ അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാനായിട്ട് ഡ്രഗ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ബട്ട് അത് തെറ്റാണ്. ഡ്രഗ്സിനോട് നമ്മൾ നോ പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ,
നോ ടു ടേക്ക് ദം ഡ്രഗ്സ്, ഡേഞ്ചറസ് ഫോർ ദ ഹെൽത്ത്, അത് നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ പോയി കാണാം. then feel taking them again and again. അപ്പൊ നമ്മൾ പിന്നീട് അതിനോട് അടിമപ്പെടാതിരിക്കാനായിട്ട് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്യുക. എനിവേസ് നോ ടു ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ എന്താണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ്, നമ്മളിപ്പോ വേറെ ഡ്രഗ്സ് ആണെങ്കിലും സിറിഞ്ചിലൂടെയും അങ്ങനെയൊക്കെ എടുക്കുന്ന കാരണം വേറെ പല അസുഖങ്ങളും നമുക്ക് വരാം എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ എനിവേ എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എങ്ങനെയാണോ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ളത് തന്നെയാണ് ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ, നല്ല ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഡിസീസ് ആസാടെ നമുക്കറിയാം ഈ സിറിഞ്ചും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കാരണം എയ്ഡ്സ് പോലെയുള്ള പല അസുഖങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സെക്ഷുവൽ ഡിസീസസും കാര്യങ്ങളും ഒന്നും ഇല്ലാതാവാനായിട്ടും പറയുന്ന പേഴ്സണൽ ഹൈജീൻ ഫോളോ ചെയ്യുക. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് എ ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ ഡ്രഗ് യൂസ് ചെയ്യാതിരിക്കുന്നത്, പേഴ്സണൽ ഹൈജീൻ, അതുപോലെ നമ്മുടെ ഫുഡ്, ഏതൊക്കെ തരം ഫുഡുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, പൾസസ്, നട്ട്സ്, അല്ലെ, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, മിനറൽസ്, എനർജി പ്രൊവൈഡിങ് ഫുഡ്, അതുപോലെ തന്നെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി ടിഷ്യൂസിന്റെ റിപ്പയറിന് ആവശ്യമായിട്ടുള്ള ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് നമ്മുടെ ലാസ്റ്റ് പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഡിഫറെന്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതും, അവിടെ ഉണ്ടാവുന്ന, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ഹോർമോൺസ്, ഹൗ ദ ബോഡി ഈസ് റെസ്പോണ്ടിങ് ടു ദിസ് ഹോർമോൺസ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. നന്നായിട്ട് പഠിക്കുക എല്ലാ കാര്യങ്ങളും, അതായത് ഓരോ ഹോർമോൺസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഓരോ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി ഏതായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.